ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോകൾക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ ടോപ്പിക്കുകൾ പല ടോപ്പിക്കുകളും പലരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി സംസാരിക്കുക, ഇതിനെപ്പറ്റി സംസാരിക്കുക എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ നമ്മൾക്ക് ചില വിഷയങ്ങൾ നമുക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പോലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില വിഷയങ്ങളാണ് നിങ്ങൾ എനിക്ക് മെസ്സേജിലൂടെ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിഷയങ്ങളും നമുക്ക് യൂട്യൂബിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധ്യമല്ലല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഇട്ടിരുന്ന വീഡിയോ തന്നെയാണെങ്കിലും അത് ഓരോ ദിവസവും അതിന് ഒരു 10-40 കമൻറ്റ് വെച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോയ്ക്ക്. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തരാണല്ലോ. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കുമല്ലോ മറ്റൊരാൾ ചിന്തിക്കുന്നത്. ഓരോ വിഷയത്തോടുമുള്ള ഓരോ ആളുകളുടെ അപ്രോച്ചും ചിന്താഗതിയും എല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ. നിങ്ങളിടുന്ന ഓരോ കമൻസിനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാർക്ക് നമ്മളോട് അസൂയുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. കാരണം തീർച്ചയായിട്ടും ഈ അസൂയ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മറ്റൊരാളോട് ഒരു അസൂയ എന്നുള്ളൊരു വികാരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അത് അവരറിയാതെ തന്നെ പ്രതിഫലിക്കും. അപ്പോൾ അതിനും നല്ലൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങളുടെ ജസ്റ്റ് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീട്ടിലെ ഒരു സെലിബ്രേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് സ്റ്റോറി നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കൂ. സ്റ്റോറിയിൽ ആരൊക്കെ കണ്ടു ആരൊക്കെ കണ്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്ന ഒരിതാണ്. നമ്മൾ ഫേസ്ബുക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാ സ്റ്റോറിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും നമുക്കറിയാം ആരൊക്കെയാണ് അത് വ്യൂ ചെയ്തതെന്ന്. അപ്പോൾ ആ വ്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം കണ്ടിട്ടും കാണാത്ത രീതിയിൽ കടന്നു പോകുന്ന നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളെയെല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അതിൽ ഒരു സെക്കൻഡ് പോലും എടുത്ത് ഒരു ലൈക്ക് അവർ തരാത്തതിൻ്റെ കാരണമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനു പോലും അവരുടെ ഹൃദയം അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. കാരണം എൻ്റെ ഒരു ലൈക്ക് കൊണ്ട് അവൾ സന്തോഷിച്ചാലോ അല്ലെങ്കിൽ അവൻ സന്തോഷിച്ചാലോ എന്നുള്ള അതികഠിനമായ ആ ഒരു അസൂയയിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് വരെ കാണും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവർ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളെ അഭിനന്ദിക്കാനോ അല്ലെങ്കിൽ അതേപ്പറ്റി ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഞാനത് ഇപ്പം നിങ്ങളുടെ ഫോട്ടോ കണ്ടിരുന്നു അത് നല്ലതായിരുന്നു എന്ന് പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു അതിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയുവാനോ വളരെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും ഈ പറയുന്ന ആളുകൾ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ജോലി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരെക്കാളും കുറച്ചുകൂടെ നമ്മൾ അഭിവൃദ്ധി പ്രാപിച്ചു അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ഉയർച്ചയിലെത്തി എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതായത് ഇവരൊന്നും ചെയ്യണമെന്നില്ല എന്നിരുന്നാൽ പോലും അവരുടെ മനസ്സിൽ ആ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആളെ ഒരു അകലം പാലിച്ച്, അതുപോലെ തന്നെ നമ്മളുടെ എത്ര ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് നമ്മളൊരു മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, അയ്യോ എന്താണ് മെസ്സേജ് വിടാത്തത്, എന്താണ് വിളിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്കൊക്കെ വലിയ തിരക്കല്ലേ, പിന്നെ എങ്ങനെയാണ് ഞാനത് മെസ്സേജ് വിടുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് വിളിക്കുന്നത് എന്നൊരു മുടന്തൻ ന്യായം ഇവർ പറയുന്നതായിട്ട് കാണാം. അതായത് മാറിയത് ആ വ്യക്തിയല്ലായിരിക്കാം, മാറിയത് നമ്മളുടെ മറുഭാഗത്ത് നിൽക്കുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ആ ഒരു അസൂയാവഹമായിട്ടുള്ള ആ ഒരു ചിന്തയാണ് അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ വളരെ നെഗറ്റീവായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, നമുക്ക് മറ്റൊരാളോട് അസൂയ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും അത് ഇല്ലാതാക്കുന്നത് നമുക്ക് തന്നെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ സന്തോഷമില്ലായ്മ നിറയുകയാണ് ഓരോ ദിവസവും. നമ്മൾ മറ്റുള്ളവരെ പറ്റി അങ്ങനെ
നീറി അവരുടെ ഓരോ പ്രവൃത്തികളും കണ്ട് മാനസിക വിഷമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ഉള്ള സന്തോഷം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മറ്റാളുകൾക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റുമില്ല, അവരതിൽ നിന്ന് ഒന്നും ഗെയിൻ ചെയ്യുന്നുമില്ല. അപ്പോൾ അസൂയാവഹമായി ചിന്തിക്കുന്ന ആരാണെങ്കിലും അവർക്ക് തന്നെയാണ് അവരുടെ ലൈഫിൽ പ്രശ്നം വരുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു സംരംഭമോ നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആയിരിക്കില്ല നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ അവരായിരിക്കില്ല നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. എപ്പോഴും നമ്മൾ അറിയുകയില്ലാത്ത ആളുകളായിരിക്കും നിങ്ങൾക്ക് വന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനും കാരണമായിട്ട് തീരുന്നത്. അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് നോക്കിയാലറിയാം നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബന്ധുക്കളോ മറ്റാരോ ആയിരിക്കുകയില്ല അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ വ്യൂ ചെയ്ത് അല്ലെങ്കിൽ നല്ല നല്ല കമൻറ്റ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരിക്കലും അവർ കണ്ടതും കണ്ടില്ലാപ്പെട്ടോണം അവരത് ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണാം. കാരണം അവർക്ക് നമ്മളുടെ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കാനായിട്ട് അവർക്ക് വലിയ മടിയായിരിക്കും. നമ്മളുടെ കണ്ണുകളിലേക്ക് അവർ ഒരിക്കലും നോക്കി സംസാരിക്കുകയില്ല. കാരണം അവർക്ക് ഭയം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള അസൂയ നമ്മളെങ്ങാനും കണ്ടുപിടിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലായിരിക്കും. അപ്പം കാരണമില്ലാതെ അവർക്ക് നമ്മളോടൊരു ഈർഷ്യത, നമ്മൾ ഒന്നും പറയാതെ തന്നെ അവർ എപ്പോഴും തന്നെ നമ്മളോടൊരു ദേഷ്യം വച്ച് പുലർത്തുന്നതായിട്ട് കാണാം. അതായത് നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല എന്നാൽ മറ്റുള്ളവർ അത് ചെയ്യുമ്പോഴത്തേക്കും അതിനെ വളരെ അസൂയാവഹമായി വീക്ഷിക്കുന്ന ആളുകൾ നമ്മളുടെ ചുറ്റുപാടും തന്നെയുണ്ട്. അത് നമ്മളുടെ ഞാനീ പറഞ്ഞതുപോലെ കൂടുതൽ നമ്മൾ ഫ്രണ്ട്സ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ് എന്ന് വിചാരിക്കുന്ന ആളുകൾ തന്നെയാണ് അതിന് കാരണമാകുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി നമ്മൾ ആ കാര്യം പറഞ്ഞ് സെറ്റിലായി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് അവരത് ക്രിയേറ്റ് ചെയ്യുകയാണ്, അപ്പോൾ നമ്മളത് പറഞ്ഞ് സെറ്റിൽ ചെയ്താൽ പോലും അവർ പിന്നീടും അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയും കാരണമില്ലാതെ നമ്മളോട് എന്തെങ്കിലും ഒരു ഈർഷ്യത അവരുടെ വർത്തമാനത്തിലൂടെ എപ്പോഴും ഒരു മുന വെച്ചുള്ള സംസാരം നമുക്ക് എപ്പോഴും തിരിച്ചറിയാനായിട്ട് പറ്റും. അത്രയും അസൂയയും അത്രയും വിഷമവുമായിരിക്കും അവരുടെ മനസ്സിനുള്ളിൽ എപ്പോഴും ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയാത്തതും നമ്മൾ കേൾക്കാത്തതും നമ്മൾ അറിയാത്തതുമായ കാര്യങ്ങൾ നമ്മളെ കൂട്ടി നമ്മളറിയാതെ നമ്മൾ ഫ്രണ്ട്സ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ പറഞ്ഞു പരത്തുക, ഇതും അസൂയാവഹമായിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പരാജയമോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഒരു വലിയ ഒരു അസുഖം വരികയോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തകർന്നു പോവുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥ വരുമോ, എന്ത് വന്നു കഴിഞ്ഞാലും അവർ നേരെ കാണുമ്പോഴത്തേക്കും അയ്യോ നിനക്കിത് വന്നല്ലോ, അയ്യോ നിനക്കിത് വന്നല്ലോ എന്ന് പറഞ്ഞ് അവർ വിലപിക്കും. പക്ഷേ അവരുടെ കണ്ണുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണിനുള്ളിൽ വളരെ ഗൂഢമായിട്ടുള്ള ഒരു സന്തോഷം പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അവർക്ക് എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും അവരെ കൊണ്ട് അത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അവർ നമ്മളുടെ പരാജയത്തിലാണ് സന്തോഷിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് നമ്മളുടെ വിജയത്തിൽ നമ്മളുടെ കൂടെ നിൽക്കാതിരിക്കുന്നത്? നമുക്കെന്തെങ്കിലും സന്തോഷ കാര്യം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ നമ്മളുടെ കൂടെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കാത്തത്? നമുക്ക് പരാജയം വരുമ്പോൾ, നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ അവരെന്തുകൊണ്ടാണ് നമ്മളുടെ കൂടെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കുന്നത്? ഇതെല്ലാം അസൂയയുടെ തന്നെ ഭാഗമാണ്. അവരുടെ കൂടെ ഇപ്പോൾ ഒരു സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണ് നമുക്ക് ഒരു ട്രിപ്പിന് പോകാം അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ അവർ മാക്സിമം ഒഴിവുകൾ പറഞ്ഞ് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഒന്നായിട്ട് നമ്മൾ സന്തോഷകരമായിട്ട് നമ്മളുടെ കൂട്ടത്തിലുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അതിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ പതുക്കെ ഒന്ന് പിൻവലിയും. കാരണം അവർക്ക് നമ്മളുടെ സന്തോഷം
കണ്ടു നിൽക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം അത് അവരുടെ മനസ്സിലുള്ള ജലസി കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്ര തന്നെ അവരോട് പറഞ്ഞാലും അവർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് വിമുഖത കാണിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിയുന്നതായിട്ട് കാണാം. നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജോലി കഴിഞ്ഞ് മറ്റൊരു കാര്യം ചെയ്യുവാണെങ്കിൽ വേറെ ജോലിയില്ല, ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാനായിട്ട് പോകുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് അവരുടെ ഉയർച്ചയിലേക്ക് നമ്മൾ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിസ്ക് ഏറ്റെടുക്കുന്നതിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? അതിൻ്റെ വരാഴികയെപ്പറ്റി പോസിറ്റീവും നെഗറ്റീവും ആ ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ ആളെ കാലയിൽ പിടിച്ച് ഉടനെ തന്നെ അവർ ചെയ്യാനിരിക്കുന്ന സംരംഭത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കാലിൽ പിടിച്ച് വലിച്ചു താഴ്ത്തി ഇടുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവൃത്തിയാകരുത്. ഏതൊരു സംരംഭത്തിലും മുന്നേറുന്ന ആളുകളെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ ഇങ്ങനെയുള്ള പ്രതിബദ്ധതയൊന്നും അവരുടെ മുമ്പിൽ ഒരു മുന്നോട്ടുള്ള അവരുടെ ജേർണിക്ക് തടസ്സമാകില്ല. അതുകൊണ്ട് ഈ അസൂയ ഉള്ള ആളുകളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക, അവരെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുക. നിങ്ങൾക്കത് എത്തുമെന്ന് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിസ്ക് എടുക്കുക. നിങ്ങളുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സാണ് ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു സ്കൂളിൽ വിടുകയാണ്, പ്രൈവറ്റ് സ്കൂളിലാണ് വിട്ടെങ്കിൽ അവരതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കൂളിൽ അവരുടെ കുഞ്ഞിനെ കൊണ്ടുപോയി വിടുന്നതായിട്ട് കാണാം. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഒരു വിദേശത്ത് പഠിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഉടനെ തന്നെ അവരുടെ കുട്ടികളെ പുറകെ ആവശ്യമില്ലെങ്കിൽ പോലും അവരെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വിദേശത്ത് പഠിപ്പിക്കാനായിട്ട് വിടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങളൊരു സാരി എടുത്തത് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലും ബെസ്റ്റായിട്ടുള്ള ഒരു സാരി അവർ ഉടുക്കണം, അല്ലെങ്കിൽ അതേപോലത്തെ തന്നെ ചെയ്യണം എന്നുള്ള ഇത്. അതുപോലെ നിങ്ങളൊരു കാറ് മേടിക്കുകയാണെങ്കിൽ അതിലും ബെസ്റ്റായിട്ടുള്ള കാറ് മേടിക്കണം, ആവശ്യമില്ലെങ്കിൽ പോലും അങ്ങനെ മേടിക്കണം. അങ്ങനെ രീതിയിൽ എപ്പോഴും ഒരു മത്സരിച്ചുകൊണ്ടിരിക്കും നിങ്ങളോട്. നിങ്ങൾക്ക് പോലും അറിയില്ലായിരിക്കും അവർ നിങ്ങളോട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ അങ്ങനെ എപ്പോഴും അസൂയുള്ള ആളുകളിൽ എപ്പോഴും മറ്റൊരാളുടെ ആ ഒരു ഉയർച്ചയിൽ ഒരിക്കലും സന്തോഷിക്കുന്ന ആളുകളായിരിക്കും. ബന്ധുക്കളുടെ ഇടയിലാണേലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണേലും നമ്മൾ പോലും അറിയാതെ നമ്മളെപ്പറ്റി നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ കുറ്റവും നുണയും എല്ലാം വെച്ച് ഇവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയുന്നില്ലായിരിക്കും ഇവരിങ്ങനെയൊരു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അവരെ നമ്മളിൽ നിന്ന് അകറ്റുക, അല്ലെങ്കിൽ അവരെ നമ്മളുമായിട്ട് സംസാരിപ്പിക്കാതെ മാക്സിമം നോക്കുക. ഇതൊക്കെയാണ് ഇവർ കണ്ടെത്തുന്ന ആനന്ദം. ഇവരെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവർ കുറച്ച് തമാശ രൂപേണേ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഒന്ന് കുത്തിക്കാട്ടുന്ന ഒരു സ്വഭാവം എപ്പോഴും കാണുമായിരിക്കും. അതായത് നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തെ എപ്പോഴും ഒരു കളിയാക്കൽ രൂപത്തിൽ അവർ പറഞ്ഞ് അതൊരു ജോക്കാണെന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് നമ്മളെ അത് തരം താഴ്ത്തി കാണിക്കുന്ന രീതി എപ്പോഴുമുണ്ട്. അപ്പോൾ നമ്മൾ എത്ര തന്നെ നന്നായി പെരുമാറാനായിട്ട് ശ്രമിച്ചാലും നമ്മൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ സാധിക്കില്ല. അവരത് വെച്ച് തൃപ്തിപ്പെടുത്തും. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരാണ് നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന ഫ്രണ്ട്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിക്ക് സപ്പോർട്ടായിട്ടുള്ള നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പോഴും ഈ അസൂയ അല്ലെങ്കിൽ കുശുമ്പ് കൊണ്ട് നടക്കുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഒരടി വിട്ടു നിൽക്കുന്നത് തന്നെയാണ് നമ്മൾക്ക് നല്ലത്. കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്കും അതിൽ ഒരു ഇൻഫ്ലുവൻസ് ആവുകയും നമ്മളുടെ വിജയത്തിലോട്ടുള്ള നമ്മളുടെ മുന്നോട്ടുള്ള കാൽവെപ്പിനെ അവർ പുറകോട്ട് വലിക്കാനായിട്ട് അവരുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അവരുടെ തമാശകളും ഒക്കെ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വിജയം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.